എങ്ങനെയുണ്ട് പൊന്നായി പൂക്കളൊക്കെ? ഭംഗിയല്ലേ? തൊട്ടോ? ഇത് മഞ്ഞപ്പൂക്കൾ എന്നാ ഭംഗിയൊക്കെയാണ്. പതിയെ താഴോട്ട് നടത്തിയിട്ടാ പതിയെ എങ്ങനെ അവിടെ അങ്ങോട്ടല്ലേ എൻട്രി? അവിടെയാന്ന് തോന്നുന്നു അല്ലേ? ആ പോയി നോക്കാം നമുക്ക്. ബാ കുഞ്ഞ്. ഇത് ശരിക്കും നമ്മുടെ കാളിന്തി കുഞ്ചിലുണ്ടായിരുന്ന വലിയ പൂക്കൾ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഞങ്ങളിങ്ങനെ തൊട്ട് നോക്കിയിരുന്നേ ആ പൂക്കൾ. പിടിച്ച് കഴിഞ്ഞാൽ മൈക്കെടുക്കട്ടെ. ഈ പൂക്കൾ കണ്ടോ? ഇത്രയും ഭാഗമുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ടിരിക്കുക. നല്ല അടിപൊളി പൂക്കളാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. മണം വരുന്നുണ്ടോ? നമ്മുടെ ഡൽഹിയിലെ അതേ പൂക്കളല്ലേ മെയിനായിട്ട്? ഇത് നമ്മൾ കാളിന്തി കുഞ്ചിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒത്തിരി. അന്ന് നിങ്ങളിതിങ്ങനെ പിടിച്ച് ചോദിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ സെയിം പൂക്കളുടെ ഒത്തിരി കളേഴ്സ്, വെറൈറ്റി കളേഴ്സ് ഉണ്ട് ഇവിടെ. ഭയങ്കര രസമാട്ടോ കാണാൻ. ഇവിടെയൊക്കെയുണ്ട്, പക്ഷെ അത് തൊട്ട് നോക്കാൻ പറ്റത്തില്ല. എനിക്ക് നല്ല ഇഷ്ടമായി ഇവിടെ. ഇത് സൂപ്പറാ. ഇതേ ഒരു തോണിയുടെ മാതൃകയിലെ ബിൽഡിങ്ങിന്റെ ഇത് വെച്ചേക്കുന്നു. ഈ ബിൽഡിങ്ങിന്റെ മേളിലത്തെ നില കൊടുത്തേക്കുന്നത് തോണിയുടെ പോലെ. ഇതൊക്കെ ബട്ടർഫ്ലൈ കണ്ട നേഹ? ബട്ടർഫ്ലൈ നോക്കിയേ. നേഹ അച്ചായന്റെ കൂടെ ഫ്രണ്ടില്. ഇതില് താഴോട്ട് പോയ ഇത് ഭയങ്കര രസമുണ്ടല്ലേ സംഭവം. ഓ നോക്കാം, മയില് നോക്കാം. പിന്നെ ഇവരല്ലേ നമ്മളവിടെ കണ്ടിന്യത്. അവരെ പോലെ എന്താ സംഭവം? ആ മയില്, സുന്ദരി മയില. ഓ ഇവിടെ നല്ല പൂക്കളുണ്ട് അല്ലേ? പൂക്കൾ, പനിനീർ പൂക്കൾ കാണുന്നില്ലേ? ഇതൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ അല്ലേ? ഓ ആ വെള്ളപ്പൂവൊക്കെ കാണാൻ നല്ല ഭംഗി. ഓടല്ലേ കുഞ്ഞാ? ഒരൊറ്റ എണ്ണ പിങ്ക്. ആ കണ്ടു. എല്ലാം ഉണ്ട് കേട്ടോ, അതിൽ പല കളറിലാണ്. കറക്റ്റ് ആയിട്ട് നോക്കുന്ന നോക്കിയേ. പിന്നെ ഗാർഡനിങ് പഠിച്ചവരല്ലേ അത് ചെയ്യുന്നത്, ചുമ്മാ ഉള്ളവരല്ലേ ചെയ്യുന്നത്. അതിനപ്പോ വെള്ളം കൊടുക്കണം, അപ്പൊ അതിനെന്ത് കൊടുക്കണം. അവിടെ ഒരു തൂണുണ്ട്. എങ്ങോട്ടാടി ഓടുന്നേ? എന്തോ കാണാനാ ഓടുന്നേ? ഇവിടേക്ക് പിന്നെ ഇലച്ചെടികളുടെ വിസ്മയലോകം തോന്നുന്നു. ആയിക്കോട്ടെ. പണ്ടത്തെ വീടുകളിൽ നിന്നൊക്കെ അന്യം നിന്ന് പോയ ഇലച്ചെടികൾ, പണ്ടത്തെ ചെടികൾ ഇതൊക്കെ അല്ലേ നമ്മളാ വീടിന്റെ മുറ്റത്ത് ഒരു 2-3 ഉണ്ട്. അത്രയും ഇലച്ചെടി പല ചെടികൾ ഇങ്ങനെ വെച്ച് ഡിസൈൻ ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പോഴേ രസമുള്ളൂ. അമ്പുമില്ല്. ഓ അവിടെ അമ്പ ചെയ്യാനുള്ള സ്ഥലവും ഉണ്ടല്ലേ? ഒരു കൈ നോക്കുന്ന ഇല്ലല്ലേ? സെന്റർ എത്തിയില്ലല്ലേ? പൈസ കൊടുത്തിട്ടാണ് ആണ് അവര് പൈസ കൊടുക്കുന്നത്. എനിക്കത് ഫ്രീ ആയിട്ട് വീഡിയോ മാറായിരുന്നു മനുഷ്യൻ.
മിക്കവാറും ഇപ്പൊ ഞാൻ അടി മേടിച്ചേനെ കേട്ടോ, വീഡിയോയുടെ മുമ്പിൽ ചെന്ന് പെട്ടിട്ട്. ഇപ്പൊ അടി കിട്ടിയതിനെ വീഡിയോയുടെ മുമ്പിൽ മറിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മൊത്തം പ്രശ്നമാണ്. ഓ ഇവിടെ മൊത്തം നോക്കിയാ തോട്ടം പോലെ കിടക്കുമല്ലോ. എന്താ പൂക്കളാണോ? പൂക്കളെ വെറൈറ്റി ചെടി. ഇതാ സീലികയിൽ പെട്ട. ഇതാണ് എനിക്ക് ഈ പൂക്കളെ കാണുമ്പോഴത്തേക്കിനും പാട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അത് രസമുണ്ട് സംഭവം. അതിലങ്ങോട്ട് ഉണ്ടാക്കിയിട്ടേക്ക് കേറി പോവല്ലേ ശരിക്കും? വേണോ? അതിലങ്ങനെ പൂക്കള് ഉണ്ടാക്കിയെടുത്ത് ഒരു വഴിയുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം. വേണോ? ചീമമുളയാണ്. ചീമമുളയല്ല, ഉണ്ടമുള. അതിന്റെ ഇല തൊട്ട് നോക്കുക. കയ്യിലതിന് വടിയല്ലേ, തല തട്ടി. മുള്ളില്ലാത്ത മറ്റേ കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കിയെടുക്കുന്ന. അത് കറക്റ്റായിട്ട് പിടിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ് മാത്രമേ വരുന്ന ശിഖരങ്ങളാണ് തൂങ്ങി നിൽക്കുന്നത്. സംഭവം രസമുണ്ട്. എന്തോ സംഭവം കൊള്ളാം. ഈ പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഈ മരം ശരിക്കും എന്തുവാ? ഇതാണോ പൈൻ മരം? അല്ലല്ലേ, അക്വേഷ്യയാണോ? ഇയാൾക്ക് അറിയാവുന്ന അക്വേഷ്യല്ലേ? അക്കേഷ്യൊക്കെ വിട്ടോളാ. അങ്ങനെ വിടാൻ പറ്റും? എല്ലാം നമ്മൾ അറിയണ്ടേ? നമ്മുടെ വീട്ടിലിരുന്ന് നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. അല്ല, അക്കേഷ്യ ഞാനും കൂടെ പണ്ടേ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് പറഞ്ഞ അറിയാം. കുഞ്ഞിനെ ചവിട്ടല്ലേ പോയിട്ട്? അതൊക്കെ ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ടൂടെ. കോഴിക്കടയാണല്ലോ അവിടെ. കോഴിക്കടയായിരിക്കും, അത് പുറത്താ. നോക്കിയേ, അതെ അതെ. ഇത് നോക്കടി, നീ ഇതൊന്നും കാണുന്നില്ലയോ? ഉണ്ടൊക്കെ പൂക്കളുണ്ടായി കാറ്റിലിങ്ങനെ ആടുന്നു. അതെന്താ വേറെ കളറിൽ കിടക്കുന്നത്? ഏതാ ഇത്? അത് വെള്ളപ്പൂവാ. അതിന്റെ സെന്ററിൽ മഞ്ഞ ഇതുണ്ട്, അതിന്റെ അപ്പുറത്ത് പിങ്ക് ഉണ്ട്, അതിന്റെ അപ്പുറത്ത് പർപ്പിൾ ഉണ്ട്. മൊത്തം കളറുകളാണല്ലേ, നല്ല രസം. ഇതിങ്ങനെ ഉണ്ടയായിട്ടുണ്ടായപ്പോഴേ മൊത്തം ഉണ്ടാവുമ്പോ നല്ല ഭംഗിയായിരിക്കും. അവിടെ അച്ചായന്റെ ഫ്രണ്ടിലുണ്ടായി മഞ്ഞപ്പൂല്ലേ, അതിന്റെ വെറൈറ്റി കളറുകളായത്. അതിന്റെ വലുതും അത്രയല്ല, വലുത്. എന്താ പറഞ്ഞ മഞ്ഞാണെങ്കിലും കറുപ്പാണെങ്കിലും ഒക്കെ ഭംഗിയാണ്. കുഞ്ഞു പറയുമല്ലോ, പൂക്കൾ എന്തായാലും ഭംഗിയല്ലേ. ഇതൊരു വേറൊരു പൂവല്ലേ? ആരാ വിളിച്ചു? മറ്റേ ഇത് ദീപ്തി അവളുടെ വീട്ടിൽ വളർത്തുന്നുണ്ട്. ഇത് ലൈറ്റ് ആണോ തൂക്കിട്ടേക്കുന്നത്? അല്ല, ഇത് ലൈറ്റില്ല. ഞങ്ങളെ വടി എടുക്കുക, എന്നിട്ട് അങ്ങ് തൊട്ട് നോക്കും. കയ്യെ വടി പിടിച്ച് എങ്ങനെ തൊട്ട് നോക്കും? അത് തന്നെ, അത് തന്നെ. നമ്മളൊരു വിളക്ക് തൂക്കിയിട്ട പോലെയാണ്. മനസ്സിലായി. ലൈറ്റുകൾ, LED ലൈറ്റ് തൂക്കിയിട്ട പോലെയാണ്. ഏതാ കളർ ഇത്? റെഡ് മെറൂൺ. നല്ല കളറാണോ ഇതൊക്കെ? റെഡ് മെറൂൺ ആയിട്ട് ഇങ്ങനെ നിൽക്കും. അത് വിരിഞ്ഞിട്ടില്ല, അത് വരുന്നുള്ളൂ. അത് വിരിയത്തില്ലല്ലോ, അത്രയല്ലേ ഉള്ളൂ. അതോ വിരിയോ? വിരിയോ അല്ലേ? ചെറിയ പൂ വിരിഞ്ഞതായിലുണ്ട്, ചെറുതായിട്ട്. ഇതിന്റെ പേരെന്താന്ന് ഞാൻ കണ്ടില്ല. ഒരു ഇമേജ് സെർച്ച് കൊടുത്ത് നോക്കുക, അന്നേരം കാണാൻ പറ്റും. നടക്ക്. ഞാൻ കണ്ടിട്ടുള്ളേ. വന്നല്ലോ സൂര്യകാന്തി വന്നല്ലോ. അപ്പൊ നമ്മള് ഇവിടെ പോയില്ലെങ്കിൽ സൂര്യകാന്തിയും കണ്ടു. തേനീച്ച വെള്ളം കുടിക്കേ? തേനീച്ച വെള്ളമല്ല കുടിക്കുക, തേനീച്ച തേന കുടിക്കേട്ടോ. തേൻ വെള്ളമല്ല, തേനാണ്.
പൂമ്പാറ്റ പൂമ്പാറ്റ. എവിടെ പൂമ്പാറ്റ? ഇത് വിരിഞ്ഞു വരുന്നേ ഉള്ളു അല്ലേ? ആ ഇതില്ലേ മൂത്തിട്ടില്ല, ഇന്നാള് പറഞ്ഞു. ഇവിടെ അല്ലേക്കാ? ഇവിടെ അല്ല, കെട്ടുണ്ട് അതിനകത്ത്. നമ്മുടെ ഇത് ഇലച്ചെടികളുണ്ട്. അതാ മറ്റേ കുറ്റിച്ചെടി. സൂര്യകാന്തി നമുക്ക് കട്ട് ചെയ്ത് വീഴാതെ ബോർഡർ ഉണ്ടാക്കി വെച്ചേക്കും. അടുത്തുണ്ടെങ്കിലേ ഞാൻ കാണിച്ചു തരാം. വലിയ സൂര്യകാന്തി കേട്ടോ. ഇതിനെ അയ്യോ നല്ല കുളവാ. വാ, നല്ല കുളമാണ്, നമുക്ക് നീന്തി കളിച്ചിട്ട് വരാം. അത് നോക്കിയേ, കൊക്ക് ടൈപ്പോ. വെള്ളം വീഴുന്ന നോക്കുമ്പേ ജീവനുള്ള കൊക്ക ഒറ്റ അടിക്ക് ചത്തുപോയതാ. ആ വലിയ കൊക്ക് ചത്തുപോയി, മീനെ തിന്നപ്പോഴേ. മീനെ തിന്നതിന്റെ ഇവിടെ ഇതായി പോയി. തൊണ്ടയിലേ കടച്ചു പോയതാ. തൊണ്ടയിൽ ഇവിടെ ഇതായി പോയി. ഇവിടെ എത്തിയപ്പോ നല്ല തണുപ്പുണ്ടല്ലേ? ആ, ഇവിടെ ഇതായി പോയി. അത് ഈ മരം നിക്കുന്നതിന്റെ ഇടയിൽ, മരം നിക്കുന്നതിന്റെ തണുപ്പ്. കൊക്ക് മൂത്രം ഒഴിക്കുന്നുണ്ടോ? ഏതാണ്ടോ ആണത്. എന്താണ് കഥ? കൊക്ക് മൂത്രം അവിടെ നോക്ക്, കൊക്കിന്റെ അവിടെ കണ്ടോ? അതിലിങ്ങനെ വായിക്കുമ്പോൾ അത് ചവിട്ടല്ലേട്ട് പോന്ന ആരുടെയോ വെള്ളം. ഇത് കണ്ടോ, ഇവിടെ കുഞ്ഞൻ പൂവേട്ടാ, നല്ല ഭംഗി. റെഡ്, പിങ്ക്, മിക്സ്ഡ് കളറ്, പർപ്പിള്. അയ്യോ, ചില പൂക്കളൊക്കെ സാരി ഡിസൈൻ. എന്തൊരു ഭംഗിയത്. ആ, അതാ പറഞ്ഞു. സത്യത്തിൽ നല്ല രസമുണ്ട്. ആ, ഇത് സെന്ററില് വെള്ളം. ആ, ഇതൊക്കെ എന്തൊരു ഭംഗിയൊക്കെ. പറിക്കരുത് കേട്ടോ. ഈ കളർ ചെയ്ത പോലെ. ഉച്ചയ്ക്ക് കൊടുന്ന ഫോട്ടോ എടുക്കണം. ഫാൻ എന്ത് കഷ്ടപ്പെട്ടാണ് അവർ ഉണ്ടാക്കുന്നതെന്നുള്ളത്. പാവങ്ങളെ നമുക്ക് എന്നിട്ട് നമ്മളത് അടിച്ചു മാറ്റുകയും ചെയ്യും. നമ്മളത് കട്ടെടുത്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് ഭയങ്കര കഷ്ടം പിടിച്ച പരിപാടിയാണ്. പൊന്നവാ, നമ്മളെ പോലുള്ള കള്ളന്മാർ ലോകത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഓ, ഇത് രാത്രി ആയിരിക്കും കേട്ടോ ഇതിന്റെയൊക്കെ ഭംഗിയേ. ആ ലൈറ്റൊക്കെ നോക്കിയാ ഇട്ടേക്കുന്നത്. നമുക്ക് രാത്രി പോയാൽ മതി. ആ, നിനക്ക് കോളൊന്നുമില്ല. ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്, ചിലപ്പോ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. ആണോ? അപ്പൊ ഇതൊക്കെ ഈ ലൈറ്റിംഗ് ഒക്കെ രാത്രി ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴേ എന്ത് ഭംഗിയായിരിക്കും. ഓ, സൂപ്പർ. എത്ര ചാർജ് ഉണ്ടോ നോക്കിയോ? ചാർജ് ഉണ്ടാവും. ചാർജർ എടുത്തില്ല നമ്മള്? ആ, ബാഗിലുണ്ട്. ഇതിന്റെയൊക്കെ ഭംഗി എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്യുന്നതിനനുസരിച്ചാണ് ഭംഗി. ഒറ്റയ്ക്ക് വളർത്തിട്ടൊന്നും ചുമ്മാ ഒരു മരമാ, പക്ഷെ ആ ലൈറ്റിന് ഭംഗി കിട്ടാൻ ആ മരത്തിന്റെ കമ്പ് വരെ കാണിച്ചതൊക്കെ ലൈറ്റ് ഇടുമ്പോഴായിരിക്കും അതിന്റെ ഭംഗി അറിയാം. മരത്തിന്റെ കമ്പുണ്ടല്ലേക്കാ, അതുവരെ ഈ സാറ്റിന്റെ ഒക്കെ നല്ല തുണിയില്ലേ കളറ്, ഓറഞ്ച്, പിങ്ക്, റെഡ്, ബ്ലൂ, അങ്ങനെ നല്ല യെല്ലോ മൂടിയിരിക്കുക മരത്തിന്റെ കമ്പുകളൊക്കെ. എന്താ ഭംഗി കുഞ്ഞ. കവുങ്ങിന്റെ പൂക്കളുടെ ഒരു മണം വരുന്നുണ്ട്. കവുങ്ങിന്റെ പൂക്കളുടെ കവുങ്ങ് ഇവിടെ ഇല്ലല്ലോ. ഇവിടെയൊക്കെ മൊത്തം ലൈറ്റ് ആട്ടോ. രാത്രി ആകുമ്പോ ഭയങ്കര ഭംഗിയായിരിക്കും. രാത്രി നമ്മളൊന്ന് കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഉറപ്പാണോ? ചുമ്മാ അതെ, കാര്യം ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ, നല്ല വെയിൽ. വാട്ടർ ഫൗണ്ടൻ അവരവിടെ എത്തിയല്ലേ.
എങ്ങനെയുണ്ട് കുഞ്ഞ്? ഫൗണ്ടനല്ലേ? ഇങ്ങനെ ഒരു 10 ഫൗണ്ടൻ വെച്ചാൽ തന്നെ ഇവിടെ എല്ലാം തണുപ്പ് വന്നു. എന്തോ അവള് താറാവേ കയറിയത്. താറാവ് കൊത്താതെ നോക്കണേ. നീ മുട്ടയിടാഞ്ഞാ മതി താഴോട്ട്. സ്പീഡ് വേണ്ട, സ്പീഡ് വേണ്ട. എന്താ ചെയ്യുന്നവള്? അവളതെ പിടിച്ചിരിക്കെ. അവക്ക് പേടിയായി സ്പീഡ് കൂട്ടിയപ്പോ. കണ്ട എന്താ ആട്ടമാണത്? അത് വട്ടത്തിൽ കറങ്ങുന്നേക്കാ. ആരാ കറക്കുന്നത്? അച്ഛൻ. ഓ ഇവിടെ ഒത്തിരി പക്ഷികളും ഒക്കെ ഉണ്ടല്ലേ. ഇറങ്ങാം. നീ വേണോ? നീ വേണോ? മതിയായില്ലേ? മുയലുകളാ. ഇനി അത് മുയല് പോലെ ഇരിക്കുക സാധനം. അല്ല ഇത് മുയൽ ആണോ? മുയൽ പോലെ തന്നെയാണോ? അത്രയൊക്കെ ഉള്ളത് ഗിനിപ്പിക്കെന്ന് പറഞ്ഞ. ഇതെന്താ സംഭവം? ഇത് ബാത്താന്ന് പറയുന്ന സാധനല്ലേ? അരയനാണ്. അരയൻ അരയനല്ലേ അത്? ആണോ? ബാത്ത. അത് ബാത്ത പേര് എഴുതിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ബാത്ത. ഇത് പോളിഷ് ക്യാപ്പ് എന്ന് പറയുന്നത്. ഇതെന്താ? മിൽഫ്ലോ ബാൻഡംസ്. ഓരോരോ ഇനങ്ങളാ. കോഴിയുടെ ഇനമാണ്. അതിനകത്ത് ക്യാമറയിൽ കാണിച്ചാൽ മിൽഫ്ലോ ബാൻഡ്സ്. മിൽഫ്ലോ ബാൻഡ്സ് ഉണ്ടായിരുന്നടാ. കൊച്ചിണ്ടാണ്ട് നോക്കിയാ കൊത്തുകൂടുക. ഇത് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. പ്രാവുകളുടെ ഫാൻഡെയിൽ. ഫാൻഡെയിൽ എന്ന് പറയുന്നത് യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആ കാലെ പഞ്ഞിയുള്ള സാധനം ഉണ്ടല്ലോ, പ്രാവ്. കോഴികളുടെ യുദ്ധം. ഇത് കാട്ടുപ്രാവ്. സാധാ നമ്മളവിടെയൊക്കെ കാണുന്ന പ്രാവ്. കാണുന്നുണ്ടോ? ഇതൊക്കെ പിന്നെ കോഴികളൊക്കെ തന്നെ. പല ടൈപ്പ് പ്രാവുകൾ. ഇതിലാളില്ലയോ? കൂട്ടി കയറിയതാ. നല്ല മഞ്ഞ. എല്ലാ ഭംഗി. മഞ്ഞ അല്ലേ? ഇവിടെ കണ്ടോ? ഇതെന്തോ സംഭവത്താ? അയ്യോ, ലവ് ബേർഡ്സ് ആണ്. എന്റെ പൊക്കത്തിന് കിട്ടുന്നില്ല. നേഹ അങ്ങോട്ടേക്ക്. ഒരു നീലതാ അവിടെ. അവര് സ്നേഹിക്കുക. സ്നേഹിക്കോ? അവര് സ്നേഹിക്കുകയാണെന്നാ പറഞ്ഞ. സ്നേഹിക്കുകയാണെന്ന്. ഇങ്ങോട്ടേക്ക്. സ്നേഹിക്കുക. ആ കോഴിയുടെ കൂവലിന് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. കരിങ്കോഴിയാണ്. അതാ
അതെന്തോ ഒരുമാതിരി വാണിംഗ് കൊടുക്കുന്ന മാതിരിയാണ് ചെയ്യുന്നത്. പൂജാരി വന്നിട്ടുണ്ടെന്ന് വിളിക്കാം. അത് തന്നെ. ഒയ്യോ, കൂടുണ്ടോ? എന്താ ഒരു കഷ്ടം അതിന്റെ കൂല് കെട്ട്. എടുത്തോണ്ട് പോകാൻ പറയാൻ കൂട്ടിലിട്ടിട്ട്. അത് തന്നെ. ഈ നീല നല്ല കിടന്നാൽ ഇവന്മാർക്ക് അഹങ്കാരത്തിന് കുറവൊന്നുമില്ല കേട്ടോ. ഞങ്ങളെ തുറന്നു വിടെ. അവക്കത് നല്ല രസമുണ്ടല്ലോ കാണാൻ. അപ്പൊ അത് വേറെ അവിടെ കണ്ടതുപോലെ അത് നോക്കിയേ ആ മഴ. ആ, നല്ല ബാസ് ഇട്ടാണ് പോകുന്നത്. സിൽവർ ഫെസന്റ്. സിൽവർ ഫെസന്റ് മയില് പോലെ അല്ലേ? അങ്ങോട്ട് കാട്ടുകോഴിയല്ല എന്നാ വേറൊരു. അതിനെ കറക്റ്റ് കിട്ടി. പുറകോട്ട് പോകുമ്പോഴേ കിട്ടുള്ളൂ. അങ്ങോട്ട് പോ. എന്താ സംഭവം? ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഇവിടെ നല്ല മാജിക് വേണം. മാജിക് വല്ലോ അറിയില്ല. അവിടെ ആ ഷോയുടെ ഇതല്ലേ. എനിക്ക് ഇതിന്റെ ഒരു ഭംഗി. ഐസ്ക്രീം വേണേക്കാ? ഓ, വേണ്ടേ? രസത്തിന് കഴിക്കും. എത്ര രൂപ? എന്താ ഫ്ലേവർ എന്താ ഉള്ളേ? स्ट्रॉबेरी पिस्ता मैंगो बटरस्कॉच स्पाइस जिलेबी चंद्रकॉफी जैकफ्रूट ब्लूबेरी ब्लैक करंट ഇത് ഏതിന്റെ? ഫിസി. ഫിസ്. ഒരു സ്പാനിഷ് ഡിലൈറ്റ് എത്രയാ? അത് 50. അപ്പൊ നല്ലതായിരിക്കും. നല്ലതായിരിക്കും വിചാരിക്കാം. 50 രൂപ. അല്ല, ചിലടത്ത് നീ 30ന്റെ തരും. അത് ഒന്നേരം കൊള്ളത്തില്ല കഴിക്കാൻ. പാലില് കുഞ്ഞിനെ ഏതാ? സ്ട്രോബെറി. സ്ട്രോബെറി വിട്ടിട്ടുള്ള കളിയൊന്നുമില്ല. ഇത് സ്പാനിഷ് ഡിലൈറ്റ് കാർണിവൽ എപ്പോഴാ ഇവിടെ തുടങ്ങുന്നത്? വൈകിട്ടോ. രാത്രി എത്ര മണിക്കാ അടയ്ക്കുന്നത്? 10 മണി. 10 മണിക്ക് അല്ലേ? 9 മണിക്ക് ടിക്കറ്റ് ക്ലോസ് ആവും. ഓ ഓ, രാത്രി നല്ല രസമാണ് ഇവിടെ. രാത്രിയിൽ എങ്ങനെ? ലൈറ്റിങ് നല്ല ലൈറ്റിങ്. ഇത് കണ്ടിട്ട് ഒന്ന് പോകണം. ആണോ? നിങ്ങളുടെ പോടോ അങ്ങോട്ട് പിടിച്ചോ. ഇതേത് സ്പാനിഷ് ആണോ? കുഞ്ഞിനേതാണ്ട്. ആ, കുഞ്ഞു കഴിച്ചു. ചായനേതാണ്ട്. ഇതിനെത്ര പറഞ്ഞേ? ഇത് 40. 50. പിന്നെ ഏതാ ഫ്ലേവർ ഉള്ള? വേറെ ബട്ടർസ്കോച്ച് ഉണ്ട്, ജാക്ക് ഫ്രൂട്ട് ഉണ്ട്. മറ്റേ ടെൻഡർ കോക്കനട്ട് ഇല്ല? എനിക്ക് അത് മതി. എല്ലാവർക്കും പല ഫ്ലേവർ. ഞാനെപ്പോഴും ഒരേ ഫ്ലേവറല്ലേ മേടിക്കത്തുള്ളൂ. ഞങ്ങൾ പിന്നെ എന്ത് മേടിക്കാം, വലുത് മേടിച്ചാലും ചെറുത് മേടിച്ചാലും വെറും സ്പാനിഷ് മാത്രം. ചക്ക എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ചക്ക ഐസ്ക്രീം ഇട്ടായിരുന്നു. ഇത് നിങ്ങൾ മാത്രമാണോ ഇവിടെ ഐസ്ക്രീം ചെയ്യുന്നത്? ഫിസി മാത്രം? അപ്പൊ അവരെടുത്തിട്ട് നിങ്ങൾ ഓരോരുത്തരായിട്ട് ഓരോ ഇത് തുറന്നല്ലേ? 2-3 ആൾക്കാർ പാർട്ട്നേഴ്സ് ആയിട്ട് ഫിസി അവിടെ ചെയ്യണ്ടേ. അതിനുള്ള കച്ചവടം കിട്ടുമായിരിക്കും. ഒരു ഇത് കേട്ടേ. എന്തുവാ? ടിഷ്യൂലുണ്ടോ? ടിഷ്യൂ ഇല്ല, കാറില. ഉണ്ടോ ടിഷ്യൂ ഉണ്ടോ?